ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സിൻഡീസ് വ്ളോഗ്സ്. നമ്മളിന്നൊരു ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, അതിലോട്ട് ചേർക്കേണ്ട സാധനങ്ങളാണ്: ഒരു സവാള അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിന് ഒരു 2-3 വലിയ പട്ട കഷ്ണം പൊടിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, അഞ്ചാറ് കറയാമ്പ്, അര ടീസ്പൂണ് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾ, അര കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുക്കർ മൂടി വെച്ചിട്ട് ആവശ്യത്തിന് വേവിച്ച് എടുക്കുക. ഇറച്ചി നമ്മുടെ ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇറച്ചി താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 3 സവാള നീളത്തിലരിഞ്ഞത്, 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇറച്ചി താളിക്കാൻ ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സവാള നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന 3 സവാള നല്ലവണ്ണം എണ്ണയിൽ വഴറ്റിയെടുക്കുക. സവാള വഴന്ന് കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ ആദ്യമേ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറവാണ്. അത് ആവശ്യാനുസരണം കൂടുതലോ കുറവോ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചേർത്തേക്കുന്നത്. ഇനി ഇത് നല്ല പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുന്നതാണ്. തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. കുറച്ച് വെള്ളവും കൂടി തളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകാതെ ഇരിക്കും. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇറച്ചി വേവുമ്പോൾ ഒരു പാതി വേവിന് കുക്കർ തുറന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനപ്പോൾ ചേർത്ത് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ശേഷം നല്ലോണം ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി നല്ല ടേസ്റ്റി ബീഫ് കറിയുടെ ഒപ്പം കഴിക്കാനുള്ള നല്ലൊരു കോംബോ ആണ് വെള്ളയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി. ഇന്ന് പക്ഷേ ഞാനിന്ന് പുട്ടാണ് ചെയ്യുന്നത്, അരിപ്പുട്ട്. അപ്പോൾ നല്ല ചൂട് അരിപ്പുട്ടും ബീഫ് കറി നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അരി കട്ടയില്ലാതെ നനച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും റെഡിയാണ്. അപ്പോൾ പൊട്ട് കണയിലോട്ട് ഇട്ടിട്ട് ആവിയേറ്റി എടുക്കാൻ പോവുകയാണ്. ചെറിയ കുക്കറിൽ വെള്ളം വെച്ചിട്ട് വിസിൽ മാറ്റി ഞാൻ അതിലാണ് കണ വെച്ച് കൊടുക്കുന്നത്. ആവി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് അടച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചിരട്ട പുട്ട് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മാറി മാറിയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ നേരത്തിന് ഞാൻ ചിരട്ടപ്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അത് കണ മാറ്റിയിട്ട് ഈ ചിരട്ടപ്പുട്ടിൻ്റെ കണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവി വരുമ്പോഴത്തേനും ഞാൻ ഇത് കുത്തിയെടുക്കും. അപ്പോൾ കറക്റ്റ് പാകത്തിന് നല്ല പൊട്ടിപ്പോകാതെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പുട്ട് കുത്തി എടുത്തിട്ടുണ്ട്.
ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി. അതിൽ നമ്മൾ ബീഫ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കോമ്പിനേഷൻ